ഇത്തവണ നിങ്ങൾ എന്ത് പറഞ്ഞ് രക്ഷപ്പെടുമെന്ന് എനിക്കൊന്ന് അറിയണം. ഇന്ന് എന്ത് സംഭവിച്ചാലും നിങ്ങളുടെ വിവാഹം ഞാൻ രജിസ്റ്റർ ചെയ്തിരിക്കും. ആ എന്നാ ശരി. എന്തിനാ ചേച്ചി വെറുതെ ഞങ്ങളുടെ കല്യാണത്തെക്കുറിച്ച് ചിന്തിച്ച് ഓരോന്നും ചെയ്യാൻ പോകുന്നത്? ഞങ്ങൾക്ക് എന്തൊക്കെ സഹായങ്ങൾ ചേച്ചി ചെയ്തു തന്നു, അതൊക്കെ തന്നെ ധാരാളം. അതൊന്നും പോരാ കിരൺ. എന്റെ മനസ്സിൽ ഇപ്പോഴും അതൊരു വിങ്ങലായിട്ട് നിൽക്കുക. നിങ്ങളുടെ വിവാഹം അത് നിയമപരമായി രജിസ്റ്റർ ചെയ്താൽ എനിക്കൊരു സമാധാനം കിട്ടും. അത് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കാൻ പറ്റില്ല. ചേച്ചിക്ക് കല്യാണത്തിന്റെ കാര്യത്തിലുള്ള സംശയം ഒരുപാട് കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതും ഞങ്ങളോട് പറയാതെ രജിസ്ട്രേഷൻ നടത്താൻ വേണ്ട കാര്യങ്ങൾ ചെയ്തതും. ദുർഗ എന്താ ആലോചിക്കുന്നേ? അതല്ല ചേച്ചി, ഞങ്ങളിപ്പോ ഹോസ്പിറ്റലിൽ ഒരാളെ കാണാൻ വേണ്ടി ഇറങ്ങിയതാ. ചേച്ചി പെട്ടെന്ന് ഇങ്ങനെയൊക്കെ പറയുമെന്ന് ഞങ്ങൾ കരുതിയില്ലല്ലോ. അതിനെന്താ, നിങ്ങൾ ഉച്ച കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ പോയി ആളെ കണ്ടോളൂ. അത് എന്താന്ന് വെച്ചാലേ അയാൾക്കൊരു ഹെൽപ്പ് വേണം. അത് ഇപ്പൊ ചെന്നാലേ സാധിക്കൂ. ഞങ്ങൾ ചെല്ലാതിരുന്ന അത് നന്ദികേടാവും. അതെ ചേച്ചി. ശേ, നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ എന്ത് ചെയ്യും? ഞാൻ പോലും ഇങ്ങനെ ഒരു കാര്യം ഉള്ളതുകൊണ്ടാ ഇന്ന് ഓഫീസിൽ പോലും പോവാതിരിക്കുന്നത്. ഒരു വാക്ക് ചേച്ചി നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങളിത് ഇപ്പോഴത്തേക്ക് കമ്മിറ്റ് ചെയ്യില്ലായിരുന്നു. ശരി, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇനി വാക്ക് കൊടുത്തതും കമ്മിറ്റ് ചെയ്തതൊന്നും മാറ്റാൻ നിൽക്കണ്ട. അതെല്ലാം ആ വഴിക്ക് തന്നെ നടക്കട്ടെ. രജിസ്ട്രേഷൻ നമുക്ക് മറ്റൊരു ദിവസം നടത്താം. അയ്യോ, ചേച്ചിക്ക് ഞങ്ങളുടെ ദേഷ്യമൊന്നും തോന്നരുത്. നോ, ഇല്ല. നിങ്ങൾ എന്തായാലും സമയം കളയാതെ പോയിട്ട് വരാൻ നോക്ക്. ശരി ചേച്ചി. ഒന്നിന്നേ. ഏത് ഹോസ്പിറ്റൽ എന്നാ പറഞ്ഞേ? പിന്നെ ഏതാ? പിന്നെ അത് സിറ്റി ഹോസ്പിറ്റല്. അതെ, അത് തന്നെ. ഓക്കെ, ശരി ശരി ചേച്ചി. ഇതെന്താ പറ്റിയ? സാറിനൊന്ന് സംസാരിക്കാൻ പോലും വയ്യ. ആരോ പിടിച്ചോണ്ട് പോയി കെട്ടിയിട്ട് തല്ലിയെന്നൊക്കെ അറിഞ്ഞത്. മരിച്ചു പോകാതിരുന്നത് ഭാഗ്യം. ആരാ അങ്ങനെ ചെയ്തത്? എന്തിനായിരുന്നു? ആരാണെന്നോ എന്താണെന്നോ ഒന്നും അറിയില്ല. വലിയ കഷ്ടായി പോയി. ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് 1 മാസമെങ്കിലും എണ്ണത്തോണി കിടന്നാലേ ഇത് ശരിയാവുള്ളൂ എന്നാ തോന്നുന്നേ.